കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ NIA-യുടെ പിടിയിൽ. കണ്ണൂർ സ്വദേശി ജാഫർ ഭീമന്റെ പിടിയെയാണ് പിടികൂടിയത്. PFIയുടെ മുഖ്യ ആയുധ പരിശീലകനെയാണ് പിടികൂടിയതെന്ന് NIA വ്യക്തമാക്കി. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കണ്ണൂർ സ്വദേശി ജാഫർ നെടുവിന്റെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇയാളെ അന്വേഷിക്കാനുള്ള ഇയാളെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു NIA ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ അന്വേഷിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇതുവരെയും കണ്ടെത്തുവാനായിട്ടില്ല. ഇന്നാണ് ഇയാളുടെ കണ്ണൂരിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. അതായത് ഇയാൾക്കെതിരെയുള്ള ഗുരുതരമായ ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു ഗൂഢാലോചന ഇയാളുടെ പേരിലുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തിയെന്നാണ് ഒരു വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യമായിട്ട് NIA പറയുകയും അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. അതായത് ഈ കേസിൽ 59ാം പ്രതിയാണ് ജാഫർ എന്ന് പറയുന്ന ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന അല്പം മുമ്പ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളത്തുള്ള NIA സംഘമാണ് ഇവിടെ എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പ്രധാന പരിശീലകൻ കൂടിയാണ്. അതായത് ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തടക്കമുള്ള എല്ലാ മേഖലകളിലുമുള്ള ഒരു ഇടങ്ങളിലെല്ലാം പ്രധാന പരിശീലകൻ കൂടിയാണ് ഈ ജാഫർ എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള പല കേസുകൾ ഈ ജില്ലകളിലാകെ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് കൈവെട്ട് കേസിൽ പ്രതിയായ ഫവാദിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല കഴിഞ്ഞ മാസങ്ങളിലടക്കം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ് മലപ്പുറത്തടക്കം ഗ്രീൻ വാലി അടക്കം, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഗ്രീൻ വാലി എന്ന് പറയുന്നത്. ഏറ്റവും പഴക്കമേറിയ കേന്ദ്രമാണ്, ആയുധ പരിശീലന കേന്ദ്രമാണ്. അതടക്കം അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ആ സമയത്തൊക്കെ ഈ ജാഫർ എന്ന് പറയുന്ന ആളെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു NIA. അത്തരത്തിൽ അന്വേഷണം നടത്തുന്നതിന് ഇടയ്ക്കാണ് ഇയാൾ കണ്ണൂരിൽ ഉണ്ടെന്ന് മനസ്സിലായത്. അതായത് കണ്ണൂരിലെ വസതിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം കണ്ണൂരിലാകെ നടത്തിയിരുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിരുന്നു. പോലീസിന്റെ മൂക്കിന്റെ തുമ്പിൽ നിന്നാണ് NIA ഇത്തരത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണയും ഇത്തരത്തിലായിരുന്നു സംഭവം. അതായത് ഫവാദ് പലതവണ മട്ടന്നൂരിലടക്കം അല്ലെങ്കിൽ കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞിട്ടും ഇരിട്ടിയിലടക്കം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ സൗത്ത് ഏരിയകളുടെ ഹൃദയഭാഗത്ത് കഴിഞ്ഞിട്ടും പോലീസിന് ഒന്ന് പിടികൂടാവാനോ അല്ലെങ്കിൽ പോലീസിന് ഇത്തരത്തിൽ ഇവരെ ഐഡന്റിഫൈ ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള മറ്റൊരു സംഭവം കൂടിയാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുക. അതായത് ഇത്ര കാലമായി ജാഫർ കണ്ണൂരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു കാലയളവ് അറിയില്ലെങ്കിലും കുറച്ചു കാലമായി ജാഫർ കണ്ണൂരിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അർജുൻ, PFIയുടെ മുഖ്യ ആയുധ പരിശീലകനാണ്. ഇദ്ദേഹം NIA-യുടെ നിരീക്ഷണത്തിലായിരുന്നു. എന്തായാലും കണ്ണൂരിൽ തന്നെ ആയിരുന്നു, ഒളിവിലായിരുന്നപ്പോഴും കണ്ണൂരിൽ തന്നെ ആയിരുന്നു, കണ്ണൂർ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പ്രവർത്തനം നടത്തി. ഒടുവിൽ NIA-യുടെ പിടിയിലായിരിക്കുകയാണ്. തുടർന്നുള്ള നടപടിക്രമങ്ങൾ എപ്രകാരമായിരിക്കും? ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത്തരത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ NIA പുറത്തുവിട്ടാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ കഴിയുള്ളൂ. വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നാളെ ആയിട്ടോ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തിനാൽ തന്നെയും കണ്ണൂരിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ വസതിയിൽ എത്തിയിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ NIA-യുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. അല്ലെങ്കിൽ NIA പുറത്തുവിടുന്നത് അനുസരിച്ചാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ കഴിയുക. എന്തിനാൽ തന്നെയും പ്രധാന ഒരു പരിശീലകനാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് പിടിയിലായിരിക്കുന്നത്. ഈ ഒരു കേസിൽ അതായത് 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതായി ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഒരു പ്രതി കൂടിയാണ്. അതായത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് ഇയാൾ നേതൃത്വം നൽകിയിരുന്നു. ഈ ജാഫർ എന്ന് പറയുന്ന വ്യക്തി നേതൃത്വം നൽകിയിരുന്നു. അത്തരത്തിലുള്ള 57ാം പ്രതിയാണ് ഈ ഒരു കേസിലെ 57ാം പ്രതിയാണ്. മാത്രമല്ല പ്രധാന ആയുധ പരിശീലകൻ കൂടിയാണ്. ഇത്തരത്തിലുള്ള നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിമിനൽ കേസുകളിലടക്കം, അതായത് ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലടക്കം, രാജ്യവിരുദ്ധ കേസുകളിലടക്കം നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ജാഫറിനെയാണ് ഇന്ന് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും കണ്ണൂരിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഫവാദിനെയും അറസ്റ്റ് ചെയ്തിരുന്നത് ഈ കണ്ണൂരിൽ വെച്ച് തന്നെയാണ്. പോലീസിന് ഒരു ചെറുവിരൽ അണക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അത്തരത്തിൽ ജാഫറിനും ഫവാദിന് ലഭിച്ചതുപോലെയുള്ള പിന്തുണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കണ്ണൂർ പോലുള്ള
രീതിയിലുള്ള ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് കൃത്യമായി തന്നെ ഇത്രയും കാലം ഒളിവിൽ കഴിയണമെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. എങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളടക്കം ഇവിടെ ഉയർന്നു വരുമ്പോൾ ആരൊക്കെയാണ് ഇവിടെ സഹായിക്കുന്നതെന്ന് കൃത്യമായി അന്വേഷിക്കാനുള്ള ഒരു ചുമതല സംസ്ഥാന സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന പോലീസിനുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടന്നില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിപത്തായിരിക്കും ഇനിയും സംഭവിക്കാനിരിക്കുക. അതായത് PFIനെ നിരോധിച്ചതിൽ പിന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഇല്ലാതിരിക്കെ അല്ലെങ്കിൽ ഭാരതത്തിൽ ഇല്ലാതിരിക്കെ ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച വലിയ രീതിയിലുള്ള ഒരു വില കൊടുക്കേണ്ടി വരും. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മോദി ഭരണത്തിന്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് 2014 അടക്കം മോദി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. അതായത് കൂടുതലായി ഈ NIA ഒരു അന്വേഷണവും കേന്ദ്ര അന്വേഷണവും കൂടുതലായി കേരളത്തിലേക്ക് എത്തുകയും കേരളത്തിലെ ഇത്തരത്തിലുള്ള പ്രവർത്തകരെ അടച്ചുപൂട്ടുവാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അതിന്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്തടക്കം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ വർഷം. അതായത് ജില്ലകളിൽ ഒന്നാകെ വലിയ രീതിയിലുള്ള ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ വിവിധ രേഖകൾ പിടിച്ചെടുക്കുകയും മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകളെ NIA നേതാക്കന്മാരെ അടക്കം പിടികൂടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഗ്രീൻ വാലി അടക്കം അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ നീക്കുമ്പോഴാണ് അതിന്റെ ബാക്കി പത്രം എന്നോണം ഇത്തരത്തിൽ ജാഫറിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ശരി അർജുൻ, കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ NIA പിടിയിൽ. കണ്ണൂർ സ്വദേശി ജാഫറിനെയാണ് പിടികൂടിയത്. PFIയുടെ മുഖ്യ ആയുധ പരിശീലകനെയാണ് പിടികൂടിയതെന്ന് NIA വ്യക്തമാക്കി. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.